ബിരിയാണിയാണ് അല്ല ചോറും സാമ്പാറും മീൻ കറി അഭിനന്ദനങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, ഫുഡ് ഫോർ പീപ്പിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഈ അടിപൊളി ഹമൂറുണ്ട്, അടിപൊളി ഗ്രില്ല് വെറൈറ്റി ആയിട്ട് മസാല തേക്കേണ്ട ഗ്രില്ല് തേക്കും. മസാല തേക്കും. എവിടെ മസാല നമ്മൾ ഇതിന്റെ ഉള്ളിൽ ഇൻജെക്ട് ചെയ്തിട്ട് അവർ അറിയാണ്ട് കാണുന്നവർക്ക് മസാല ഉണ്ടെന്ന് തോന്നില്ല. നമ്മൾ ഇൻജെക്ട് ചെയ്തിട്ട് മസാല ചെയ്യാൻ പോകണേ. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ലെറ്റ്സ് ഗോ. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ചെളുക്കൊക്കെ ഒന്ന് എടുത്ത് കളയാം. അപ്പൊ നമ്മൾ തൊലിയോടെ കൂടിയാണ് ചെളുക്ക് എടുക്കുന്നത്. രസമല്ലേ? കൈയെടുക്ക്. സാധനം ചീറി. സംഭവം ഇത് കുറച്ച് കഷ്ടമാണ് മുറിക്കാൻ. അതെ, വിചാരിച്ചു അല്ലേ? കത്തി പൊളിയല്ലേ. ചിറക് നമ്മൾ മുറിച്ചോണ്ടിരിക്കുന്നത്. ചിറക് പറയാൻ സംഭവം നമ്മൾ വിചാരിക്കുന്നില്ല. നല്ല ബലമുള്ള സാധനം, ഷോർ സാധനം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചെതമ്പലൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തുള്ള കുറച്ച് വേസ്റ്റൊക്കെ ഒന്ന് കളയാം. വേസ്റ്റ്. അപ്പോൾ നമ്മുടെ ഹമൂർ മീനിൽ ഇഞ്ചെക്ട് ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. ആദ്യം ഇഞ്ചിപ്പൊടി. പക്ഷെ നമ്മൾ വെള്ളത്തിലാണ് ഒഴിക്കുന്നത്. വെള്ളത്തിൽ ഒഴിക്കല്ല, മസാല ഇടുന്നത്. വെളുത്തുള്ളിപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി. മസാല ഒക്കെ കട്ടിയിൽ നിൽക്കുന്നുണ്ട്. നല്ല നമുക്ക് നന്നായി മിക്സ് ചെയ്യത്. അയ്യോ എന്താ രസം. ഇനി നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് നാരങ്ങ നീരൊന്ന് പിഴിഞ്ഞു കൊടുക്കാം. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് ഈ മീനിലാണ് നമ്മൾ പരീക്ഷണം ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഇതുപോലെ ഇങ്ങനെ ഒരു കുഴി അങ്ങോട്ട് ഇടുക. അപ്പോൾ നമ്മൾ ഹമൂർക്ക് നമുക്ക് ഒരു ഇഞ്ചക്ഷൻ ഇട്ട് കൊടുക്കാം കേട്ടോ. പോട്ടെ, അതിങ്ങനെ പൊങ്ങണം കേട്ടോ. സീനുണ്ട്. ഇതാ പൊങ്ങി. മസാല ഇങ്ങനെ ഓടുന്നുണ്ട് ഇതിൽ കൂടെ. അകത്ത് ഇവിടെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ആ ദ്വാരത്തിൽ കൂടെ ഇഞ്ചക്ഷൻ ഇട്ട് കൊടുക്കും അല്ലേ? അതെ. ശരിക്കണ്ട മസാല കയറി പോകണ്ട. കുറച്ച് വന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ അങ്ങനെ മസാല കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ശരിക്കും ഒരു പരീക്ഷണമായിരുന്നു. നമ്മളിങ്ങനെ അടിച്ച് കുറച്ച് ലീക്കായപ്പോഴാണ് ഇത്. ഒരുപാടാകുമ്പോൾ അങ്ങനെ ലീക്കാവും. അങ്ങനെയാണ് ഈ മസാലയൊക്കെ പുറത്തായത്. അപ്പോൾ നമ്മൾ എന്നാലും മാക്സിമം നമ്മൾ പറ്റുന്നത്രയും മസാല നമ്മളിതിൽ ഇഞ്ചക്ട് കയറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കനലൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കാം. ഇപ്പോൾ ഇവിടെ ചേരക്കാണ്ട്. അപ്പോൾ നമുക്ക് കനലൊന്ന് കൊട്ടിയെടുക്കാം. കുറച്ചും കൂടി കനൽ ആവശ്യമുണ്ട്. മതിയോ? നമുക്ക് ഇതൊന്ന് കത്തിച്ചെടുക്കാം. കട്ടക്കർപ്പൂരം കത്തിച്ചെടുക്കാം. കത്തിക്കാനാണ് ടാസ്ക്. പിടിച്ച് വെച്ചു കൊടുക്കാം. ഇനി ഇത് കത്തട്ടെ. പൊടിയും അടിപൊളി പൊടിയും. അപ്പോൾ കനലൊക്കെ നന്നായി അങ്ങോട്ട് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീൻ വെക്കുമ്പോൾ ഇത് താഴെ പോകാൻ ചാൻസ് ഉണ്ട്. അതാണ് നമ്മൾ കമ്പിയും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുക.
അപ്പോൾ നമ്മൾ ഇഞ്ചെക്ട് ചെയ്തെടുത്ത് നമ്മുടെ ഹമൂർ മീൻ നമുക്ക് വേഗം ഇതിലേക്ക് വെക്കാം, അല്ലെങ്കിൽ എൻ്റെ കൈ പൊള്ളും. പൊളിക്കും. കറക്റ്റ് വിറ്റില്ലേ സൂര്യ? എന്തായാലേ എണ്ണയിൽ വേഗം പോലെ ഉണ്ട് അമ്മാര് സൗണ്ട്. നമുക്ക് കൊഴുപ്പ് ഇട്ടിട്ടുണ്ടാ പൊളി. അപ്പോൾ ഈ കാണുന്നത് മസാലയാണ്. ഇതാണ് ഇവിടെ പൊട്ടിച്ചതിനെ ചിലപ്പോൾ പുറത്ത് വരും, അതുകൊണ്ടൊന്നും ചെയ്യുന്നില്ല. ഒന്ന് തിരിച്ചെടു ചില മുകളിൽ വന്നില്ല. അതെ, ഇനി അടിഭാഗം കൂടെ ഒന്ന് വേണ്ട സെറ്റായി. പൊളി സാധനം അല്ലേ മക്കളെ, ഇന്ന് പൊളിക്ക് നമ്മളടി. അപ്പോൾ പുറത്തേക്ക് മസാല കുറച്ചിങ്ങനെ വന്നിട്ടൊക്കെ ഉണ്ട് അല്ലേ? വന്ന് ഉള്ളിലത്തെ ആ മസാല പുറത്തേക്ക് കണ്ടേ ഇറങ്ങി. പിന്നെ ഇവിടെ ഒന്നും മസാല നമ്മൾ തേച്ചിട്ടില്ല, ഇവിടെ തേക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവിടെ ചെറുതായി കരിഞ്ഞ് അല്ലേ കണ്ടാ. ഇത് മറ്റേ സാധനമല്ലേ, അതിൻ്റെ പേര് ഗിൽസ അല്ല, അതിൻ്റെ തലൻ്റെ പീസ്. ഇത് പൊളിച്ചു കണ്ടാ, ഉള്ളി നോക്ക് ജ്യൂസ്. അപ്പോൾ ഇത് ഓയിലും കുരുമുളകും കൂടെ നമ്മളിങ്ങനെ കലയ്ക്കുന്നു, കുരുമുളക് പൊടിയും കൂടെ. അപ്പോൾ നമുക്കിതിങ്ങനെ എടുത്തിട്ട് ഇതിൽ തേച്ച് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ നമുക്ക് മീനൊന്ന് പതുക്കെ ഒന്നുകൂടെ തിരിച്ചിടാം. സംഭവം ആളെ അടിപൊളി ജ്യൂസ് ആയിട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഉള്ളിലേക്ക് മസാല കട്ടയ്ക്ക് പിടിച്ച് നോക്കുക, അമർത്തേക്കും ജ്യൂസ് ഒഴുകുന്നവരെ ഒഴുകും. ഭയങ്കര ചൂട്. അപ്പോൾ ഫ്രണ്ട്സ് സംഭവം അടിപൊളി വെന്ത് വന്നിട്ടുണ്ടാ, കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ജ്യൂസ് ആയിട്ടുണ്ട്. മസാല ഒക്കെ ഇങ്ങനെ അറിയണ്ടില്ല. നമുക്കിത് എടുത്ത് വച്ചാലോ? സേവ് ചെയ്യാ നല്ല വാ. കൊഴുപ്പൊക്കെ നോക്ക്, പുറത്തങ്ങണ്ട് ചാടി അല്ലേ നോക്ക്. അയ്യോ, അപ്പോൾ ഫ്രണ്ട്സ് ഇഞ്ചക്റ്റഡ് ഹമൂർ ഗ്രില്ല് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം അല്ലേ? സംഭവം നമ്മളെ ചെങ്ങന്മാരെ കുറേ നേരം ഇല്ലേ തിന്നാൻ വേണ്ടി കഴിച്ചത്, ചന്തം കണ്ടിട്ട് എടുത്തോ ഇല്ലേ? തുടങ്ങിക്കോ. ഹരി ബോംബെ നിന്നാ ഹരി. പിന്നെ നമ്മളെ പുതിയ ചങ്കാണ് ചെറുപ്പുളശ്ശേരി വന്നിങ്ങനെ. വാ കഴിച്ചോ. ജ്യൂസില്ലേ ചെക്കനെ പീസ് എടുത്തു ഹരി. നല്ല അടിപൊളി ഫ്രഷ് മീറ്റ് കേട്ടോ സാധനം. ഫ്രഷ് അല്ലേ? ഇതൊക്കെ മസാല സുൽഫി നമ്മൾ ഇഞ്ചെക്ട് ചെയ്ത മസാല. ചിക്കൻ പോലെ ഉണ്ട് സാധനം അല്ലേ? ചിക്കൻ പോലെ ഉണ്ട് സാധനം. ഹരി बहुत टेस्टी है बहुत टेस्टी है बहुत टेस्टी है. വളരെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞത് അല്ലേ? നമ്മൾ ധനു ബട്ടൻ ധനുഷിൻ്റെ വൃത്തമാണ്. കണ്ട ധനുഷ് ഉണ്ടാവില്ലേ? ഇത് കണ്ട ഉള്ളിലാണ് ഇതിൻ്റെ മസാല. അത് കണ്ട നമ്മളകത്ത് പോകുമ്പോഴാണ് ഇതിൻ്റെ മസാല ആണ്, പുറത്തൊന്നും അറിയില്ലല്ലോ. അതാണ് ഇഞ്ചക്റ്റഡ്. സംഭവം അടിപൊളി ബന്ധുക്കൾ. थैंक यू സംഭവം മീനിൻ്റെ എല്ലാം പാർട്ടിലും മസാല മസാല ഇറങ്ങിയിട്ടുണ്ട്.
എവിടെ നിന്ന് എടുത്താലും മസാല Injected. ഇഞ്ചക്ഷൻ്റെ ഗുണം മനസ്സിലായില്ലേ? ഇഞ്ചക്റ്റഡ് മസാല. അതന്നെ. അക്ഷര ഇഷ്ടപ്പെട്ടില്ലേ? അക്ഷര സാധനം പൊളിയാ. അപ്പോൾ അടിപൊളിയായിട്ട് വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണല്ലോ ഇഞ്ചെക്ട് ചെയ്തിട്ട്. അപ്പോൾ മസാലയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് കലക്കി എടുത്തിട്ട് ഒന്ന് ഇഞ്ചെക്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നിങ്ങൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ നമ്മുടെ കമൻറ്റിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നമ്മുടെ കമൻറ്റിൽ വന്ന് നിങ്ങൾ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അഭിപ്രായങ്ങൾ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പൊ ഇനി ഒരു അടിപൊളി കിഡിലൻ റെസിപ്പി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.